സിറാജോ? ഒന്നുമില്ലടാ, ഞാനേ ഇവിടെ ഒരാളെ കാണ്ടി രാഷ്ട്രം കൂടെ വന്നായി. ഇത് ഈ മനസ്സിലായില്ല? ഇത് അളിയനാ. അല്ല സിറാജെ, എന്നെപ്പോ ആ വൈക്ക് തീരെ കാണാനില്ലല്ലോ. അങ്ങോട്ടൊന്നും വരില്ലല്ലോ ഇപ്പൊ വീട്ടിലേക്കൊന്നും? ഇല്ലേ, ഞാനിപ്പോ അങ്ങോട്ടൊക്കെ വന്നിട്ട് കുറെ കാലായി. ഓരോ തിരക്ക്. ഇപ്പൊ വാപ്പന്റെയും പെങ്ങളെയും ഇവരെ അന്വേഷിക്കലൊന്നും ഇല്ലേ? വാപ്പക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ. ഞാനിപ്പോ വിളിച്ചിട്ട് കുറെ ആയി. എന്നാ ആയിക്കോട്ടെ, നമുക്ക് കാണാം. എന്നാ ശരി, എന്നാല് കാണാം. എവിടുന്നാ വരുന്നേ? ഞാനേ ടൗണിൽ പോയിരാടോ, മെഡിക്കൽ ഉണ്ടായിരുന്നു. അല്ലേ ജബ്ബാർക്ക, നിങ്ങളിപ്പം മെഡിക്കലൊക്കെ എടുത്തിട്ട് എന്താ ഗൾഫ് പോകാനുള്ള പരിപാടി എങ്ങനെ ഉണ്ടോ? ആടാ, ഒന്നുകൂടി പോയത്തെ മോളേക്ക് എത്തിക്കാനായതല്ലേ. നമുക്ക് വേറെ വകുപ്പൊന്നുമില്ലല്ലോ, അതൊക്കെ അറിയുന്നല്ലേ. അല്ല ജബർക്ക, നിങ്ങൾ ഗൾഫൊക്കെ നിർത്തിയല്ല ഇനു, പിന്നെപ്പോ എന്താ അങ്ങനെ? ആ, ചിലതൊക്കെ അങ്ങനാണ്. നമ്മൾ നിർത്തിയാലും പിന്നെയും തുടങ്ങേണ്ടി വരും. എന്നാ ശരി കേട്ടോ, നമുക്ക് കാണാം. വയസ്സാം കാലത്ത് മൂപ്പർ എന്തിനാ ഗൾഫ് പോണ്? മൂപ്പർക്ക് ഒരു വലിയ മോനൊക്കെ ഉള്ളല്ലേ. ഓ നല്ല സെറ്റപ്പിലൊക്കെ ആണല്ലോ. മൂപ്പര് മോന് നല്ല നിലയിലൊക്കെ തന്നെ. മൂപ്പര് മോനെ പഠിപ്പിച്ച് ഒരു കരയിലെത്തിച്ചതിന് ശേഷമാണ് മൂപ്പര് ഗൾഫ് നിർത്തിയത്. ഓന് ജോലിയുമായി. ഓന് ജോലിയായോ? ജോലിയായി. പക്ഷെ ഓന് ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടിയായിട്ട് സ്നേഹത്തിലായി. ഓളെ കല്യാണം കഴിച്ച്. അപ്പൊ ചുരുക്കി പറഞ്ഞെങ്കിൽ ഭാര്യ വീട്ടിലാ താമസം. അത് തലശ്ശേരി കണ്ണൂർ ഭാഗത്താണ് കല്യാണം കഴിച്ചത്. അവിടെ അങ്ങനെ ആണല്ലോ. അതിനുശേഷം എന്താ അറിയാം, ഇപ്പൊ എപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് പോവും. ഇപ്പം പെങ്ങളെ കാര്യത്തിലാണെങ്കിലും വാപ്പന്റെ കാര്യത്തിലൊന്നും ഓന് വലിയ ശ്രദ്ധ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പം പാവ രണ്ടാമത് പിന്നെ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. വല്ലാത്തൊരു സങ്കടം തന്നെയല്ലേ മൂപ്പരെ കാര്യം. നല്ല തന്നെ. എന്താ സ്ഥിതി? തീരെ ഇങ്ങോട്ടൊന്നും കാണല്ലോ. എന്താ ഓരോ തിരക്കും ചുറ്റുപാടായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ എന്റെ ഒപ്പം പഠിച്ച ആളല്ലേ നമ്മളെ ജബ്ബാർ ഖാന്റെ മോന് സിറാജ്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. എന്തേത്തേനും ഓന്റെ വാപ്പ ഓനെ പഠിപ്പിച്ചത് നിഴലാക്കി ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാ ഇപ്പൊ മൂപ്പരതാ രണ്ടാമത് പിന്നെയും ഗൾഫിലേക്ക് തന്നെ പോവുക. അല്ലേ, മൂപ്പർ ഈ വയസ്സുകാലത്ത് പിന്നെയും പോവുകയാണോ? മൂപ്പര് ഗൾഫ് നിർത്തിയതല്ലേനോ? മൂപ്പര് ഗൾഫ് നിർത്തിയതൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഇപ്പം മോളെ കെട്ടിക്കാനാക്കി. സിറാജ് ആണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നുമില്ല. ഇനിയൊരു കാര്യം ചെയ്യും, ഇനിയൊന്ന് വിളിച്ചിട്ടേ ഒന്നോട് സംസാരിച്ചു നോക്കും. ഇപ്പൊ തന്നെ വിളിച്ചു നോക്കും. ഏതായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. കണ്ടില്ലേ, നമ്മളൊന്ന് വിളിച്ചാൽ ഇപ്പൊ അവൻ എടുക്കൂല. എന്നൊക്കെ ഇപ്പൊ വലിയ ലെവലാണ്. ഈ ഒരു കാര്യം ചെയ്യും, അഥവാ അവൻ തിരിച്ച് വിളിക്കുകയാണെങ്കിലേ ഇനിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഈ വയസ്സുകാലത്ത് വാപ്പ പിന്നെയും ഗൾഫിലേക്ക് പോകുന്നത് ഓനുകൂടി ഒരു മോശാന്ന് പറഞ്ഞേക്കുന്നോട്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ഓൻ വിളിച്ചാൽ ഞാൻ പറയാം. എന്നാ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ഞാൻ പോയി കേട്ടോ. അല്ലേ സിറാജ് വരുന്നത്? എന്തോ തിരക്കിലാണ്.